പുതുവത്സരത്തിന് സമ്മാനമായിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ കൈ നിറയെ കിട്ടിയെന്ന് പറയേണ്ടി വരും സന്തോഷത്തോടു കൂടി. എന്താണ് സന്തോഷത്തിന് കാരണമെന്നാണെങ്കിൽ 111 രൂപ നമ്മളുടെ കീശയിൽ നിന്ന് പോകുന്ന സമ്മാനമാണ്. അതായത് സമ്മാനം എന്ന് പറയാൻ കഴിയില്ല, വലിയൊരു ശിക്ഷ. അതുകൊണ്ട് ഒരു പുതുവത്സര ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് തിരുത്തുന്നതായിരിക്കും നല്ലത്. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഇതാ എണ്ണ കമ്പനികൾ വക രാജ്യത്തെ പൗരന്മാർക്ക് വലിയ ഒരു പുതുവത്സര ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ അടുക്കളകളിലേക്കും ചെറുകിട കച്ചവടക്കാരുടെ ജീവിതത്തിലേക്കും എല്ലാം ഇന്ത്യൻ എണ്ണ കമ്പനികൾ നൽകിയ പുതുവത്സര സമ്മാനം ഒരു കനത്ത പ്രഹരം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് ഒറ്റയടിക്ക് 111 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒന്ന്. കാരണം 111 രൂപ ഒറ്റയടിക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് വില കൂട്ടിയതിൻ്റെ വേദനിപ്പിക്കുന്ന ക്രൂരതയുമായിട്ടാണ് ഒരുപക്ഷെ ഈ പുതുവർഷം പിറന്നത് എന്നുകൂടി നമുക്ക് പറയുന്നു. ഇതിൻ്റെ ആഘാതം ഇനിയുള്ള ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റമായിട്ട് വരും. അത് പാചകവാതക സിലിണ്ടറിൻ്റെ വിലക്കയറ്റം 111 രൂപയാണെങ്കിൽ അത് ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിൻ്റെ അനുബന്ധ തുക, ഇനി അതുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ, ചെറുകിട കച്ചവടക്കാർ അവർ വില കൂട്ടാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും മറ്റ് പല വസ്തുക്കൾക്കും വില കൂടാൻ പോകുന്നു. 111 രൂപ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പലർക്കും വെറുമൊരു സംഖ്യയായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഈ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെയും സാധാരണക്കാരോടുള്ള ഭരണകൂടത്തിൻ്റെ അവഗണനയുടെയും ആഴം ഈ പറയുന്ന 111 എന്ന അക്കത്തിലുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയം അന്വേഷിച്ച് പോകാൻ പലപ്പോഴും പലർക്കും കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അതിൻ്റെ ആഘാതം, എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത് പൗരന്മാരാണ് എന്നതുകൊണ്ട്. എണ്ണ കമ്പനികൾ വില നിശ്ചയിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത്, ഞങ്ങൾ ഇതിൽ ഉത്തരവാദികളല്ല എന്ന് എത്ര കാലം കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ പറഞ്ഞ് കൈ കഴുകാൻ കഴിയും? ഇതിൻ്റെ പ്രത്യാഘാതം ഹോട്ടലുകളിലും തട്ടുകടകളിലും മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് ചിലർ പറയും. അങ്ങനെയല്ല. അത് നമ്മുടെ നിത്യജീവിതത്തിലെ സകല സാധനങ്ങളുടെയും വില വർദ്ധിക്കാൻ ഇത് കാരണമാക്കാൻ പോവുകയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് വിശകലനം ചെയ്യേണ്ടത് ഭരണാധികാരികൾ എണ്ണ കമ്പനികളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാവണം. അതുകൊണ്ട് എണ്ണ കമ്പനികളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരോട് പ്രണയത്തിലായിരിക്കുന്ന ഭരണാധികാരികളുടെ നിലപാട് സാധാരണക്കാരുടെ ജീവിതത്തെ തകിടം മറിക്കുന്നതായിട്ട് മാറുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്, വില നിശ്ചയിക്കുന്നത് എണ്ണ കമ്പനികളാണ്, സർക്കാരിന് അതിൽ പങ്കില്ല എന്ന്. UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പരിഷ്കാരമാണ് ഇത് എന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു വാദം. 2010 പെട്രോളിൻ്റെയും പിന്നീട് ഡീസലിൻ്റെയും വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് വിട്ടു നൽകാൻ അന്ന് തീരുമാനമെടുത്തിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവ് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ പരിഷ്കാരമെന്നായിരുന്നു അന്നത്തെ വിശദീകരണം. പക്ഷേ ഇവിടെ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അന്ന് പ്രതിപക്ഷത്തിരുന്ന BJPയും നരേന്ദ്രമോദിയും അതിനെതിരെ ഉയർത്തിയ പ്രതിഷേധങ്ങൾ ഓർമ്മയുണ്ടോ? തെരുവിൽ പാചകവാതക സിലിണ്ടറുകൾ ഉരുട്ടിയും കാളവണ്ടി ഉപയോഗിച്ച് യാത്ര നടത്തിയും പ്രതീകാത്മകമായിട്ടും പ്രത്യക്ഷത്തിലും അവർ അന്ന് പ്രതിഷേധിക്കുകയുണ്ടായി. ഇപ്പോൾ 11 വർഷമായിട്ട് BJPയാണ് അധികാരത്തിലുള്ളത്. ആ തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇവർക്ക് ആരാണ് തടസ്സം? മൻമോഹൻ സിംഗിനെ കുറ്റം പറഞ്ഞ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഒരുതരം രാഷ്ട്രീയ കാപട്യമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് നൽകുകയാണ് വേണ്ടത്. മറ്റെത്രയോ രാജ്യങ്ങൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നു, പ്രത്യക്ഷത്തിൽ നൽകുന്നു. ഇവിടെ എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ സർക്കാർ കുട പിടിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ആഗോള വിപണിയിൽ ബാരലിന് $70 താഴെയായിരുന്നു വില. മുൻ വർഷത്തെ അപേക്ഷിച്ച് 10 മുതൽ 30% വരെ വിലക്കുറവുണ്ടായ സമയം. പക്ഷേ നമ്മൾക്കതിൻ്റെ ഗുണം ലഭിച്ചോ? നമ്മൾക്ക് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണ പൗരന്മാർക്ക് ആ ഗുണം ലഭിച്ചോ? നവംബറിലും ഡിസംബറിലും വെറും 5 രൂപയും 10 രൂപയുമാണ് കുറച്ചത്. ആ കുറച്ച കുറവിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതുവർഷത്തിൽ 111 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ യുദ്ധപ്രഖ്യാപനമാണ്. നമ്മൾ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, യുക്രൈനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധം എന്നുള്ളതിലേക്ക്, ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള യുദ്ധം എന്നുള്ളതിലേക്ക്, ഏറ്റവും ഒടുവിൽ വെനസ്വേലയ്ക്ക് നേരെ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണത്തെ അതൊരു യുദ്ധ നടപടി എന്നുള്ളതിലേക്ക് തന്നെ വിശദീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ രാജ്യത്തെ പൗരന്മാരോടുള്ള യുദ്ധപ്രഖ്യാപനമല്ലേ ഈ പറയുന്ന വിലക്കയറ്റം എന്നുള്ള ചോദ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗാർഹിക സിലിണ്ടറുകളുടെ വില കൂട്ടിയിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത് എന്ന് ചിലർ തിരിച്ചു ചോദിച്ചേക്കാം.
അതൊരു തെറ്റായ ധാരണയാണ്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂടുന്നത് നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. പാചകവാതക സിലിണ്ടർ വീട്ടിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്, അതിൻ്റെ വില കൂട്ടിയാൽ മാത്രമേ അത് സാധാരണക്കാരെ ബാധിക്കുകയുള്ളൂ, അടുക്കളയെ ബാധിക്കുകയുള്ളൂ, കുടുംബ ബജറ്റുകളെ ബാധിക്കുകയുള്ളൂ എന്ന് പറയും തെറ്റാണ്. കാരണം വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂടുന്നത് ഏറ്റവും കൃത്യമായിട്ട് സാധാരണക്കാരെയാണ് അത് ബാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് വരുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ, ബേക്കറികൾ, ഇവയുടെ എല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ 19 കിലോയുള്ള സിലിണ്ടറിലാണ്. ഒരു മാസത്തിൽ കുറഞ്ഞത് 10-20 സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഹോട്ടലിന് പോലും ആയിരക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് ഇത് വരുത്തി വയ്ക്കുന്നത്. ഒരു സിലിണ്ടറിന് 111 എന്ന് വെച്ച് 10 മുതൽ 20 വരെ ഈ പറയുന്ന വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ തരത്തിലുള്ള ഹോട്ടലുകൾ. അപ്പോൾ അവർക്ക് 2 വഴികളെ മുന്നിലുള്ളൂ. ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുക. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ചെല്ലുന്ന, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി ചെല്ലുന്ന ആ സ്ഥാപനങ്ങൾ ഉടനീളം അവർ വില കൂട്ടും. ഒന്നുകിൽ അങ്ങനെ ചെയ്യേണ്ടി വരും അവർക്ക്. അങ്ങനെ ചെയ്യുന്നത് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന നിർബന്ധമില്ല. കാരണം അവർക്ക് ഈ പറയുന്ന നഷ്ടം പരിഹരിക്കാനായിട്ട് ഇതേ മാർഗമുള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് വരുന്ന വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുന്ന ഉപഭോക്താക്കൾക്ക് അധിക ഭാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടല്ല. പക്ഷേ ഇത് നികത്തുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ സാധാരണക്കാരുടെ കീശയിൽ നിന്ന് അത്രയും പണം നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനം നഷ്ടം സഹിച്ച് പൂട്ടുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഒരു ചായയുടെയോ ഊണിൻ്റെയോ വില വർദ്ധിക്കുമ്പോൾ അത് ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. കൂലിപ്പണിക്കാരെയും സാധാരണ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടെയുള്ളവരെ അത് ബാധിക്കുന്നു. രൂപയുടെ മൂല്യം കുറയുന്നു, പണപ്പെരുപ്പം ഉണ്ടാവും. ഇത് രണ്ടും കൊണ്ട് ഈ രാജ്യം വിയർത്ത് കുളിച്ചിരിക്കുമ്പോഴാണ് ഈ അധിക പ്രഹരം സർക്കാർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് പുറമെയാണ് രാജ്യവ്യാപകമായിട്ടുള്ള തൊഴിലില്ലായ്മ. തൊഴിലുറപ്പ് പദ്ധതികൾ ഒരു ഭാഗത്ത് വെട്ടിക്കുറയ്ക്കുന്നു. കാർഷിക മേഖല പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്ന് ആഹാരം കഴിക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ കീശയിൽ കത്രിക വയ്ക്കുന്നതിന് തുല്യമാണ് ഈ തീരുമാനം. ഈ 111 രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് എല്ലാ ഹോട്ടലുകളിലും ഇനി ഈ പറയുന്ന വിലവർധന വരുത്താൻ പോകുന്നു. ഈ വിലവർധനവിൻ്റെ സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജനുവരിയിൽ തന്നെ ഇത്ര വലിയൊരു തുക വർദ്ധിപ്പിച്ചത്? ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിർണായകമായ പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ആ സമയത്ത് വില കൂട്ടിയാൽ അത് BJPക്ക് തിരിച്ചടിയാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരമാവധി പിരിച്ചെടുക്കുക എന്നുള്ള തന്ത്രം ഇവിടെ പ്രകടമാക്കുന്നു. ജനം വിഡ്ഢികളാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ആഹ്ലാദത്തോടുകൂടി മതിമറന്ന് അല്പമൊന്ന് മദ്യപിക്കുകയോ കേക്കോ വൈനോ കഴിക്കുകയോ ഒക്കെ ചെയ്ത ഒരു രസലഹരിയിലിരിക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് അവരറിയാതെ ഈ 111 രൂപ കൂട്ടിയാൽ ഇലക്ഷൻ ആകുമ്പോഴേക്കും, തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് മറക്കുകയും ആ സമയത്ത് വേണമെങ്കിൽ അല്പമൊന്ന് കുറച്ചിട്ട് അതിൻ്റെ ഇര ഇട്ടുകൊടുത്തിട്ട് വോട്ട് നേടിയെടുക്കാമെന്നുള്ള വിചാരം ആണോ എന്നുള്ള ചോദ്യം വരും. എണ്ണക്കമ്പനികളുടെ ലാഭം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കാണിച്ചു കൂട്ടുന്ന ഈ ആവേശം ജനങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുത്തള്ളുന്നതിൽ കാണിക്കുന്ന താല്പര്യം സാധാരണക്കാരുടെ സിലിണ്ടർ വിലയിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അപ്പോൾ ഇത് കേവലം സാമ്പത്തികമായിട്ടുള്ളൊരു മാറ്റമല്ല, മറിച്ച് BJP സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ മുൻഗണനകൾ ആർക്കൊപ്പമാണ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില ഒറ്റയടിക്ക് ഈ പറയുന്ന രീതിയിൽ 111 രൂപയായിട്ട് കൂട്ടിയത്. കഴിഞ്ഞ ഏതാനും വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം കൃത്യമായിട്ടും വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വില കുറയുകയോ മാറ്റമില്ലാതെ തുടരുകയോ ചെയ്യും. വോട്ട് ഇലക്ട്രോണിക് യന്ത്രത്തിനകത്തായി കഴിഞ്ഞാൽ വില കുതിച്ചുയരുകയും ചെയ്യും. ഈ ഇലക്ഷൻ ഗ്യാസ് തന്ത്രം തിരിച്ചറിയാനുള്ള ബോധം ഇന്ത്യൻ ജനതയ്ക്കുണ്ട് എന്ന് ഭരണാധികാരികൾ ഓർക്കുന്നത് നന്നായി. പക്ഷേ ഇത് തന്നെ തിരിച്ചും പറയേണ്ടി വരും. ഈ ഒരു ബോധം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ അധികാരത്തിൽ തുടരുമായിരുന്നു എന്നുള്ള ചോദ്യം മറുവശത്തു നിന്ന് വരികയും ചെയ്യും. എന്തായാലും ഈ ഒരു സംഭാഷണം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്: ഒരു ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ലാഭം നോക്കി തീരുമാനമെടുക്കാൻ കമ്പനികളെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉടൻ ഇടപെടുകയും എണ്ണ കമ്പനികളുടെ ഈ കൊള്ളയ്ക്ക് കടിഞ്ഞാൺ ഇടുകയും വേണം. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കൂട്ടിയിട്ടില്ല എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഈ വിലവർധനയെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. കാരണം വിപണിയിലെ വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു ചങ്ങല പോലെയാണ്. വാണിജ്യ സിലിണ്ടറിന് വില കൂടുമ്പോൾ
അത് അരിയുടെ വില കൂട്ടും, പച്ചക്കറിയുടെ വില കൂട്ടും, സേവനങ്ങളുടെ വില കൂട്ടും. അങ്ങനെ മൊത്തത്തിൽ നിത്യജീവിതത്തിലെ എല്ലായിടങ്ങളിലും ഈ വിലവർധന പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വന്ന് നമ്മളെ ബാധിക്കും. പുതുവർഷത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട ഭരണകൂടം അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത്. എണ്ണ കമ്പനികളോടുള്ള ഈ വഴിവിട്ട സ്നേഹം അവസാനിപ്പിച്ച് സാധാരണക്കാരുടെ അടുക്കളയെയും ഉപജീവനത്തെയും സംരക്ഷിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്.